മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മൾ ഇന്ന് മുതലിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഹീറോ ഡെസ്റ്റിനി 125 കേട്ടോ. 2025 വരുമ്പോൾ കുറച്ച് അപ്ഡേഷൻ ആയിട്ട് വന്നേക്കാണ്. ആ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു വാഹനം നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ തന്നിട്ടുള്ളത് പുഴയ്ക്കിലുള്ള കല്യാൺ ഹീറോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവന്റെ വിശേഷത്തിലേക്ക് പോവല്ലേ? പോരേട്ടാ. കാത്തിരുന്ന് നമ്മുടെ 2025 ഹീറോ ഡെസ്റ്റിനി 125 വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അപ്ഡേഷനോട് കൂടിയിട്ട് വാഹനം അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് 2 വേരിയൻസ് ആണ് വരുന്നത് കേട്ടോ. അതിൽ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന വാഹനം ZX+ എന്ന് പറയുന്ന വൈറ്റ് കളറിലുള്ള വേരിയന്റ് ആണ് കേട്ടോ. പിന്നത്തെ വേരിയന്റ് വരുന്നത് ZX എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇവന്റെ ആ ഒരു വിശേഷങ്ങളിലേക്ക് പോവാം. നമുക്ക് ഇവന്റെ ഫ്രണ്ടിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ കണ്ടോ, അടിപൊളി ഒരു DRL പ്രൊജക്ട് ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ നല്ല രീതിയിൽ തന്നെ DRL ഈ ഒരു 2 ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നടുക്കിലായിട്ട് DRL വന്നിട്ടുണ്ട്. പിന്നെ ഇവന്റെ ഹെഡ്ലൈറ്റിന് ഗംഭീര ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഇതേ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ഹെഡ്ലൈറ്റിന്റെ പ്രത്യേകത കേട്ടോ. ഈ ഒരു ഉച്ച ടൈമിൽ ഇങ്ങനെ പ്രകാശം കിട്ടുന്നുണ്ടെങ്കിൽ രാത്രി സമയത്തൊക്കെ എത്ര പ്രകാശം ഈ ഹെഡ്ലൈറ്റ് നിന്ന് കിട്ടുന്നുണ്ടാവും. പക്ഷേ ഇനി ഇവന്റെ കളറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരിക്കുന്ന കളർ വൈറ്റിൽ തന്നെ നമുക്ക് ഗ്ലോസി ആയിട്ടുള്ള ഒരു കോഫി കളർ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു കോഫി ഗ്ലോസി പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ വാഹനത്തിന് എടുത്ത് കാട്ടുന്നുണ്ട്. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സെന്റർ ഭാഗത്ത് വന്നാലും കണ്ടോ, മാറ്റ് ഫിനിഷിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഹീറോ ആ ഒരു ലോഗോ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സിന്റെ ഭാഗമൊക്കെ നേരത്തെ പറഞ്ഞോണം നമുക്ക് ആ ഒരു ഗ്ലോസി ടൈപ്പിൽ ആ ഒരു കോഫി ആവരണം കയറിയിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേക ഒരു ഭംഗി തന്നെ വാഹനത്തിന് കൂട്ടുന്നുണ്ട് ആ ഇൻഡിക്കേറ്റേഴ്സിന്റെ സൈഡിലൊക്കെ ആയിട്ട്. അതുപോലെ ഈ ഒരു സെൻട്രലായിട്ട് അതിങ്ങനെ ഒഴുകി പോയിട്ടുണ്ട് കേട്ടോ. സെൻട്രലായിട്ട് നമ്മുടെ ഹീറോ ഡെസ്റ്റിനി ഹിഡൻ ഫ്യൂച്ചർ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ കണ്ടോ, ഒന്നും കാണുന്നില്ലല്ലോ. എന്നാൽ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡെസ്റ്റിനി എന്നുള്ള ആ ഒരു ലെറ്റർ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക, ഇവിടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ അല്ല കേട്ടോ ആ ലെറ്റർ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇനി സൂക്ഷിച്ച് നോക്കി കണ്ടോ, മുകളിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സംഭവം ഇതിൽ മിറർ ചെയ്തിട്ടാണ് നമുക്കത് കാണുന്നത് കേട്ടോ. അതെങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ LED അല്ല കേട്ടോ വരുന്നത്, സാധാ ലൈറ്റ്സ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത്. തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു മൺഗാർഡ് തന്നെ വാഹനത്തിന് നൽകിയിട്ടുണ്ട് കേട്ടോ. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഡയമണ്ട് കട്ട് അലോയ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. കൂടെ ഡിസ്കും നൽകിയിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും 12 mm വീൽ ബേസ് ആണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ കണ്ടോ, നല്ലൊരു ഷേപ്പിൽ തന്നെയാണ് നമുക്ക് സൈഡ് വ്യൂ വന്നിട്ടുള്ളത് കേട്ടോ. ഡെസ്റ്റിനി 125 എന്നുള്ള ആ ഒരു ലെറ്റർ ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇവിടെ ആ ഒരു ഗ്ലോസി ചോക്ലേറ്റ് കളർ കണ്ടില്ല, അതേ ബേസ് തന്നെ ഇവിടെയും നമുക്ക് ആ ഒരു കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഇവിടെയും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി തന്നെ സൈഡിലും കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു ഫുഡ് റെസ്റ്റ് ആണ് നൽകിയിട്ടുള്ള കേട്ടോ വാഹനത്തിന്. ഇവന്റെ എക്സോസ്റ്റിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എക്സോസ്റ്റ് തന്നെയാണ് ഇവന് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യത്തിന് കണ്ടോ ഹൈറ്റിൽ തന്നെയാണ് എക്സോസ്റ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു വെള്ളക്കെട്ടുള്ള സ്ഥലത്തിൽ കൂടെ വാഹനം പോയാലും സ്റ്റോപ്പ് ആവുന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ. എക്സോസിന്റെ തൊട്ട് മീതെ നോക്കുകയാണെങ്കിൽ ഒരു ക്രോമില് ഒരു പ്ലേറ്റിങ്ങും നൽകിയിട്ടുണ്ട് കേട്ടോ. അത് വാഹനത്തിന് കൂടുതൽ ഭംഗിയും കൂട്ടുന്നുണ്ട്. ഇതിന്റെ റിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ
LED ടെയിൽ ലാമ്പ് കാണാട്ടോ. തൊട്ട് മുകളിൽ സൈഡിലായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കണ്ടോ ബാക്ക് റെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ലേഡീസ് ആണെങ്കിലും ഒരു 3 പേര് വെച്ചിട്ടാണെങ്കിലും സംഭവം 3 പേര് വെച്ച് പോണത് തെറ്റാണ്. എന്നാൽ പോലും നമ്മൾ ലോക്കൽ ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഓട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചുണ്ട്, ബാക്കിൽ ചേച്ചിയാണ്, ഫ്രണ്ടിൽ ചേട്ടനാണ് ഓടിക്കുന്നത് ഉണ്ടെങ്കിലും ചേച്ചിക്ക് സുഖമായിട്ട് ചാരി ഇരുന്ന് നമുക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു സംഭവം കൂടുതൽ ഉപകരിക്കുക നമുക്ക് ലോങ് യാത്രയ്ക്കാണ്. സീറ്റ്സ് ഒക്കെ പക്കാ കുഷ്യൻ സീറ്റ്സ് ആണ് കേട്ടോ കൊടുത്തേക്കണേ. അതും എന്താ പറയുക, ഒരു ലക്ഷറി ഫീലിലാണ് നമുക്ക് സീറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ക്ലാസ് ലുക്കിൽ. എത്ര ലോങ് പോകുമ്പോഴും നമുക്ക് ആ ഒരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കുഷ്യൻ സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി എൻ്റെ സീറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം കേട്ടോ. കീമ തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് അത്യാവശ്യം വേണ്ട പ്രൂഫുകൾ കാര്യങ്ങൾ ഇതിൽ തന്നെ വെക്കാം. ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇതിവിടെ ആയിട്ട് നമുക്കൊരു LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മഴക്കാലത്തും ചളിയുള്ള ടൈമിലും ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ചളി അടിക്കാൻ നോക്കൂ കേട്ടോ. അതുപോലെ സിംഗിൾ സസ്പെൻഷൻ തന്നെയാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. 125cc എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലും വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഇവന്റെ ഫ്യൂവല് ഫില്ല് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചാവിയിൽ തന്നെ ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ഓപ്പൺ ആയിട്ടോ. ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 5.3 ലിറ്റർ ആണ് കേട്ടോ. നമുക്ക് മൈലേജ് പറയുന്നത് കമ്പനി 60 പറയുന്നത്. നമുക്കൊരു 55, 56 ആ ഒരു മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം. ഇനി നല്ല രീതിയിൽ വാഹനം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കൂടുതൽ മൈലേജും നമുക്ക് കൂടുതൽ കിട്ടാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് സർവീസ് അപ്ഡേഷൻ ചെയ്യുക. അതുപോലെ വാഹനം നമ്മുടെ ആ ഒരു ജീവൻ തന്നെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ വാഹനം നമുക്ക് തിരിച്ച് നല്ല കാര്യങ്ങൾ തന്നെ തരും കേട്ടോ. വേറെ പ്രത്യേകത വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഡെസ്റ്റിനിയിൽ നിന്ന് പുതിയ ഡെസ്റ്റിനിലേക്ക് വരുമ്പോൾ നമുക്ക് സീറ്റ് ലെങ്ത് നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ഡെസ്റ്റിനി 125 കസ്റ്റമേഴ്സിന് ഒരു പരാതി ഉണ്ടായിരുന്നു, നമുക്ക് ഇരിക്കാൻ ലെഗ് സ്പേസ് കുറവാന്നുള്ളത്. പക്ഷെ ആ ഒരു പരാതി കണ്ടിട്ട് ഹീറോ എന്ത് ചെയ്തു, ലെഗ് സ്പേസ് അങ്ങോട്ട് കൂട്ടിയിട്ടാ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ലഗേജ് ഒക്കെ ഇടാനുള്ള ആ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഫോൺ ചാർജബിൾ പോർട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമുക്ക് ഫോണൊക്കെ കുത്തിവെച്ചിട്ട് നേരെ ഫോൺ ഈ ഒരു ബോക്സിലേക്ക് വെക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ മീറ്റർ ക്ലസ്റ്ററിലേക്ക് വരാണെങ്കിൽ പഴയ ഹീറോ ഡെസ്റ്റിനി 125 നിന്ന് നമുക്ക് പുതിയതായിട്ടുള്ള ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ ക്ലസ്റ്ററിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. LED ഡിജിറ്റൽ ക്ലസ്റ്ററായി മാറിയിട്ടുണ്ട്. ഉള്ളിലത്തെ ആ തീമൊക്കെ നോക്കി നോക്കിയേ. ഇപ്പൊ ഈ ഒരു വെളിച്ചുള്ളത് കൊണ്ടാണ് അത് അറിയാത്ത കേട്ടോ. നൈറ്റിലൊക്കെ കണ്ടോ ഈ ഒരു ലൈറ്റിങ്ങും അതിലൊരു വൈറ്റ് ലൈറ്റൊക്കെ ആയിട്ട് ഗംഭീര ഭംഗിയായിരിക്കും കേട്ടോ. 10x10 നാവിഗേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതുപോലെ എല്ലാ വേണ്ട അലേർട്ടും നമുക്ക് ഇപ്പോൾ കണ്ടോ. വാഹനത്തിന്റെ സ്റ്റാൻഡ് ഇട്ടിട്ടുള്ള ആ ഒരു അലേർട്ട്, ഫ്യൂവലിന്റെ ആ ഒരു അലേർട്ട്, ഡിമാൻഡ് ബ്രൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ വേണ്ട എല്ലാ രീതിയിലുള്ള അലേർട്ട് നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ തന്നെ കാട്ടും കേട്ടോ. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കണ്ടോ ഗോൾഡൻ കളറിൽ ഹീറോ എന്നുള്ള ഒരു മുദ്ര ഇവിടെ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടാഞ്ഞിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമുക്ക് കാറിൽ വന്നിട്ടുള്ള അതേ സെയിം ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷനാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നേരെ വന്ന് റൈറ്റിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് റൈറ്റിലേക്ക് ഇട്ടു. റൈറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സാധാ വണ്ടികൾക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ തന്നെ അത് ഓഫ് ചെയ്യണം അല്ലേ. ഇപ്പോൾ കാറുകളിൽ എങ്ങനെയാണ് അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതേ ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതായത് നമ്മൾ റൈറ്റിലേക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടു, നമുക്ക് നേരെ റൈറ്റ് തിരിഞ്ഞ് സ്ട്രെയിറ്റ് റോഡായെന്നുണ്ടെങ്കിൽ 80 മീറ്റർ അല്ലെങ്കിൽ 15 മിനിറ്റ് അതിനുള്ളിൽ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആവും കേട്ടോ. അതെങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? ഈ ഒരു വാഹനം 2 വേരിയൻ്റ് ആയിട്ട് വരണേന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന വേരിയൻറ്റ് ZX+, അതിൽ വൈറ്റ് കളറാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് കേട്ടോ. അതിലൊരു കളറും കൂടി നമുക്കുണ്ട്, ബ്ലാക്ക് ആണ്. ഈ ഒരു വേരിയൻറ്റിൻ്റെ റേറ്റ് വരുന്നത് 1,19,000 ആണ് കേട്ടോ. പിന്നെ അടുത്ത വേരിയൻറ്റ് നമുക്ക് വരുന്നത് ZX എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതിൽ നമുക്ക് 1,17,000 ആണ് റേറ്റ്. ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് 2 കളേഴ്സ് തന്നെയാണ് വരുന്നത്, മജന്ത കളറും അതുപോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ വരുന്നത്. മച്ചവരെ, നിങ്ങൾ ഗിയർലെസ് വാഹനമൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ഡെസ്റ്റിനി 125 ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പുഴയ്ക്കൽ കല്യാൺ ഹീറോയുടെ നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് കയ്യോടുകൂടി വിളിക്കാം, പെട്ടെന്ന് തന്നെ വാഹനങ്ങൾ ബുക്ക് ചെയ്യാം കേട്ടോ. നമുക്കവിടെ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാഗിങ് ഇല്ലാതെ തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ സമയം കളയാണ്ട് പെട്ടെന്ന് തന്നെ പോയി നമ്മുടെ പുഴയ്ക്കലുള്ള കല്യാൺ ഹീറോയിൽ വണ്ടി അങ്ങോട്ട് ബുക്ക് ചെയ്തോട്ടാ.
പക്ഷേ ഇന്നത്തെ വിശേഷം നമ്മുടെ ഹീറോ ഡെസ്റ്റിനി 125ന്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബു കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.